ആടുജീവിതത്തിൽ നജീബ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഞാനാണോ ഈ ലോകത്തെ ഏറ്റവും വലിയ ദുർബലൻ എന്നൊരു ചോദ്യം നജീബ് ചോദിക്കുന്നുണ്ട്. ഞാൻ ആ പുസ്തകം ഒരു ദിവസം വായിച്ചപ്പം എനിക്ക് അങ്ങനെ ഇത് തോന്നിയിട്ടുണ്ട്. അങ്ങനെ തോന്നിയൊരു അനുഭവം. പിന്നെ രണ്ടാമത് ചെറിയ പാടെടുത്ത് ഒരുപാട് അടിയടിച്ച് അതിലെ കൈക്ക് പിടിച്ച് ഓടാൻ നോക്കിയ സമയത്ത് മൂപ്പർ തോക്കെടുത്ത് അപ്പം വെടി വെക്കോതി അടിച്ചിട്ട് ഞാൻ അവിടെ തന്നെ തിന്ന്. പിന്നെയും കുറേ തല്ലുകൊണ്ട് ഞാൻ ലോകം ഞാൻ എൻ്റെ കണ്ടിട്ട് മണം അത് സഹിക്കാൻ വയ്യ. മൂക്ക് പൊത്തിയിട്ട് എന്നെ പിടിച്ചോട്ടെ തള്ളയാൾ. മലയാളി ഉദ്യോഗസ്ഥൻ, എംബസിയിലുള്ള ഉദ്യോഗസ്ഥൻ, എംബസി ഇന്ത്യൻ പലരും പറയും എംബസി ഉദ്യോഗസ്ഥന്മാർ നമ്മളെ രാജ്യത്തെ എംബസി ഉദ്യോഗസ്ഥന്മാർ വന്ന് നമുക്ക് നീതി ഒന്നുമില്ല, ഒരു ആശ്വാസ വാക്ക് എന്ന് പറയും. മറ്റു രാജ്യക്കാർക്ക് അത് ഉണ്ടെന്ന് പറയും. പക്ഷെ നമ്മളെ രാജ്യത്തുള്ളവർ വന്നാൽ അതുപോലെ തന്നെ പിടിച്ച് എടുത്ത് അവിടെ എറിയ ചെയ്താൽ ഈ മോശപ്പെട്ട അവസ്ഥയിൽ ആരും കാണരുതേ എന്ന് കരുതിയിട്ടാണ് ഞാൻ പോകുന്നത്. അതായത് ഗൾഫ് പോയിട്ട് വരികയാണ്. എത്ര വർഷം? 3 വർഷം. അത് കഴിഞ്ഞ് പോരുമ്പോൾ യൂണിവേഴ്സിറ്റി സ്കൂളിൻ്റെ ഹോസ്റ്റലിൻ്റെ എടുത്തെത്തിയപ്പോൾ ഒരു അനുഭവമുണ്ട്. റോട്ടുമ്പിൽ എന്തോ ഒരു സാധനം ഉണ്ട് എന്ന് കരുതി ഞാൻ എൻ്റെ കയ്യിൽ പൈസയും കാര്യങ്ങളും അങ്ങനെ ആവശ്യമായി വരില്ല. അപ്പം പിന്നെ പേടിയൊന്നുമില്ല. അപ്പം ഞാൻ എടുത്ത് ചെന്ന് നോക്കി. അപ്പം ഇതെന്തായി ഈ റോട്ടുമ്പിലുള്ള ഒരു 2-3 തെങ്ങ് വീണമാരെ അങ്ങനെ തോന്നി എനിക്ക്. അപ്പോൾ ചെന്നപ്പോൾ കുറേ നായക്കളും പട്ടികളും. ഞാൻ അങ്ങനെ ചെന്ന് എടുത്ത് നോക്കിയപ്പം ഈ നായയും പട്ടിയും 2 ഭാഗത്തുകൾ പിരിഞ്ഞു പോയി. ഇവർക്ക് പോലും എന്നെ വേണ്ട, ആ രീതിയിൽ അന്നരക്ക് തോന്നിയത് അങ്ങനെയാണ്. അവർ 2 ഭാഗത്ത് പിരിഞ്ഞു പോയി. 1997 കറക്റ്റ് ഓർമ്മയുണ്ട്. 96, 97, 98 ആ ഘട്ടത്തിലാണ് ഞാൻ സൗദി അറേബ്യയിൽ പോയത്. അപ്പോൾ അവിടുന്ന് എങ്ങനെയാണ് നിങ്ങൾ അവിടെ ഈ നജീബൻ അനുഭവിച്ച അതേ അനുഭവങ്ങളാണോ നിങ്ങൾ അനുഭവിച്ചത്? നജീബ് അനുഭവിച്ച കുറേ അനുഭവങ്ങളുണ്ട്. എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞ നജീബ്, ഞാൻ സൗദി അറേബ്യയിൽ പോയിട്ട് ഞാൻ അനുഭവിച്ച പ്രയാസങ്ങളും ദുരിതങ്ങളും ഒന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. നമ്മളെ പ്രയാസങ്ങൾ നമ്മൾ ആരുമായിട്ടും നമുക്ക് താല്പര്യമില്ല. നമ്മളെ ദുരഭിമാനം. കുറേ കാലം കഴിഞ്ഞപ്പോൾ എൻ്റെ സ്നേഹിതന്മാരോട് ചിലപ്പം കുറേശ്ശെ കാര്യങ്ങൾ ഞാൻ മനസ്സ് തുറക്കാൻ തുടങ്ങി. അപ്പോൾ ആ സ്നേഹിതന് കുറേ പുസ്തകം വായിക്കുന്ന ആളാണ്. സ്നേഹിതൻ കുറേ പുസ്തകങ്ങളോട് പറഞ്ഞ്, അങ്ങനെ ആടുന്ന പുസ്തകമുണ്ട്, ഈന്ന് വായിച്ചു നോക്കുക, എൻ്റേതായിട്ട് എൻ്റെ ബന്ധമുണ്ടെന്ന് ഒന്ന് നോക്കുമെന്ന് പറഞ്ഞേ. അപ്പം അങ്ങനെ പുസ്തകം വായിച്ചു ഞാൻ. അപ്പം പുസ്തകം വായിച്ചു. ആ പുസ്തകത്തിൽ എൻ്റെ കുറേ അനുഭവങ്ങളായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ അത് ആളൊന്നും ഇല്ലാത്ത ഈ നജീബ് എത്തപ്പെട്ട പോലെ മരുഭൂമി, അവിടെ മരുഭൂമിയല്ല, അവിടെ മലമ്പ്രദേശം. ഏത് ഭാഗത്ത് നോക്കിയപ്പോൾ സൗദി അറേബ്യയിൽ അൽബഹ ഡിസ്ട്രിക്റ്റിൽ ഭയങ്കര മഞ്ഞൊക്കെയുള്ള സ്ഥലം, മഞ്ഞും കോടയുള്ള ഈ അൽബഹ ഡിസ്ട്രിക്റ്റിൽ ശരാശരി വലിപ്പം ഒരുപാട് ഉയർന്ന പ്രദേശം. സൗദി അറേബ്യ ഏറ്റവും മോശപ്പെട്ട സ്ഥലം എന്നാണ് അവിടേക്ക് അൽബഹയെ കുറിച്ച് പറയാം. കാരണം അങ്ങനെ വികസനം കാര്യങ്ങളൊന്നുമില്ല. സൗദി അറേബ്യ എന്ന് പറഞ്ഞാൽ ഒരുപാട് വികസനം കാര്യങ്ങളല്ല സൗകര്യങ്ങളുള്ള സ്ഥലമല്ലേ. പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ അത്രതൊന്നും ഇല്ലാതെ പലരും എത്തിപ്പെടാത്ത വതുക്കൾ എന്ന് പറയുന്ന പിന്നോക്കമായി കിടക്കുന്ന ഒരു പ്രദേശം. ഒരുപാട് മലയും കാര്യങ്ങളും ഇടയിൽ കൂടെ വണ്ടിയും കാര്യങ്ങൾ പോവാം. പണ്ട് ആദിവാസികൾ താമസിച്ചമാര് പഴയ കാലത്ത് ഈ പെട്രോൾ എടുക്കുന്നതിന് മുമ്പുള്ള ആദിവാസികൾ അല്ലെങ്കിൽ പഴയ കാലത്തുള്ള അറബികൾ ഒട്ടകത്തിന് പോയിട്ട് പോയമാരുള്ള ഞാൻ ഈ ആടിനെയും കൊണ്ട് പോകുമ്പോൾ ഞാൻ ചില സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. ഉണ്ട് മലയും കുന്നും. അതിൻ്റെ ഇടയിൽ ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഴയ അറബികൾ ഈ ഒട്ടകത്തിൻ്റെയോ മറ്റേത് കഴുതപ്പുറത്ത് പോകുന്ന ആളെന്ന് പറഞ്ഞേക്കണ്. അപ്പോൾ ആ രീതിയിലുള്ള ചില വീടുകളും ഞാൻ അവിടെ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. ഏകദേശം എത്ര വർഷം അവിടെ നിന്നുണ്ട്? 3 വർഷം. 3 വർഷം കുന്നുമലയിൽ നിന്ന്? 3 വർഷം കുന്നുമലയിൽ നിന്നിട്ടില്ല, ഒരു 1.5 വർഷത്തോളം. 1.5 വർഷത്തോളം അവിടെ കുടുങ്ങിയില്ലേ? പുറത്തേക്ക് പോകാൻ ഒരു ഇല്ല. അവിടെ ആട് മേയ്ക്കുക. ഭക്ഷണം കാര്യം കഫീലിൻ്റെ വാപ്പ അല്ലെങ്കിൽ കഫീൽ ഇടയ്ക്ക് വന്ന് കൊണ്ടിട്ട് വരും. അപ്പോൾ ഒരുവിധ ആൾക്കാർക്ക് ഈ ആടുജീവിതം വായിച്ചിട്ടുണ്ടായിരിക്കും, അതിൽ നജീബിൻ്റെ അനുഭവം. അപ്പോൾ നമ്മൾക്ക് മനസ്സോട് വിചാരിച്ചത് ഇതുപോലെ അനുഭവങ്ങൾ വേറെ ആർക്കും ഉണ്ടാവരുത് എന്നുള്ള കാര്യം. പക്ഷെ എന്നാലും ഒരുപാട് അറിയപ്പെടാതെ ഒരുപാട് ആൾക്കാർക്ക് അതുപോലെ കുടുങ്ങിയ പെട്ടുപോയ അനുഭവങ്ങൾ ഉണ്ടാവില്ലേ? ഉദാഹരണത്തിന് രാജേട്ടൻ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടെന്ന് പറയുമ്പോൾ ഇതുപോലെ ഒരുപാട് ആൾക്കാർക്ക് ഈ അനുഭവം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അവിടെ 1.5 വർഷത്തോളം കുടുങ്ങി അങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നു അല്ലേ? പിന്നെ ശാരീരികമായിട്ട് ഞാൻ തളർന്നു. പിന്നെ എനിക്ക് മര്യാദയ്ക്ക് പണിയും അവിടെ പോയിട്ട് തിന്നാനും കുടിക്കാനും മര്യ ഭക്ഷണ കാര്യങ്ങൾ 4 മണിക്ക് എടുക്കണം. ആടിനെ അങ്ങോട്ട് മാറ്റണം ഇങ്ങോട്ട് മാറ്റണം. പെറ്റാടിൻ്റെ ചെറിയ കുട്ടികളെ മാറ്റിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഒരുപാട് പ്രയാസം. 4 മണിക്ക് എണീറ്റ് ആട്ടും കൂടി വൃത്തിയാക്കണം. അങ്ങനെ കുറേ കാര്യങ്ങൾ. വീടായിട്ട് നാടുമായിട്ട് കാര്യമായിട്ട് കത്ത് എഴുതാനോ സ്നേഹിതന്മാരുടെ ബന്ധങ്ങളൊന്നും ഇല്ലാത്തൊരു അനുഭവം. കഫീലിനെ ആട് നന്നായിട്ട് ഈ മലയിൽ കൊണ്ടുപോയിട്ട് ആട് നല്ലോണം പള്ള നിറച്ച് ആട് തിന്നാൽ ആടിൻ്റെ വയറ് നല്ലോണം നിറഞ്ഞാൽ കഫീലിൻ്റെ വാപ്പ
ഗുഡ് 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 എന്ന് പറയും. അത് ശരി. പറയും. പക്ഷെ ആടിന് ഒരാടെങ്കിലും പള്ള നിറഞ്ഞിട്ടില്ലെങ്കിലും ആദ്യം കണ്ട കഫീലിൻ്റെ വാപ്പ കൈകൊണ്ട് ഒരു ഒറ്റ ഇടിയാണ് തലയ്ക്ക് കിട്ടിയിരിക്കും, നമ്മൾ തെറിച്ച് വീണ് പോകും. അങ്ങനെ കടി കിട്ടിയിട്ടുണ്ട്. ആട് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. നഷ്ടപ്പെട്ടാൽ നമ്മൾ പിടിച്ച് നിർത്തിക്കോളണം. നമ്മൾ കൈകാര്യം ചെയ്തോണം. ഒരു പ്രത്യേക ഷെഡ് ഉണ്ടാക്കി തരിക. ആ ഷെഡ് ഉണ്ടാക്കി അതിന് തൊട്ടടുത്താണ് കുറേ അപ്പുറത്ത് കൊണ്ടുപോയി ആടിനെ മേയിച്ചു കൊണ്ടിരിക്കുക. ആടിനെ മേയിച്ചു കൊണ്ടിരിക്കുമ്പം എൻ്റെ ഒരു സുഹൃത്ത് വേറൊരു അത്യാവശ്യ കാര്യത്തിന് വന്ന് ഓൻ്റെ അടുത്ത് നിന്ന് ആട് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് നഷ്ടപ്പെട്ടു പോയി ചത്തുപോയി എന്നുള്ള പേര് പറഞ്ഞു. ഒരുപാട് ദൂരത്തുനിന്ന് ഒരാളെ, ഒരു UP-കാരൻ മുഹമ്മദ് സോഫിയ എന്ന് പേരായിട്ടുള്ള ആള്, ഒരുപാട് ദൂരത്ത് ഇതേപോലെ ആട് മേയ്ക്കാൻ വേണ്ടി ഇങ്ങനെ പെട്ടുപോയ ആട് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് വന്ന്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നുള്ള കാര്യം ആലോചിച്ചിക്ക് ഞങ്ങൾ കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക 2 മിനിറ്റ്. അപ്പം ഞാൻ മേയിച്ചു കൊണ്ടിരിക്കുന്ന ആട് സമയമായി എന്ന് കരുതി ആടൊന്നായിട്ട് ഞങ്ങൾ താമസിക്കുന്ന ആ സ്ഥലം, ഇപ്പം എന്തായാലും അറബി പറയുന്നത് ഗുർഫ എന്നൊക്കെ പറയാൻ തോന്നുന്നുണ്ട്, ആ സ്ഥലത്തേക്ക് ആടൊന്നായിട്ട് ചാടി, ആടൊന്നായിട്ട് 100-200 ആടൊന്നായിട്ട് വന്ന്. ആ സമയത്താണ് കഫീലിൻ്റെ വാപ്പയോടെ വരുന്നത്. അപ്പോൾ കഫീലിൻ്റെ വാപ്പ തെറ്റിദ്ധരിച്ച് പോയി. ഞാൻ ആട് നേരത്തെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു കരുതി കഫീലിൻ്റെ വാപ്പയോടെ തുടങ്ങി കുറച്ച് തുപ്പാൻ. അവരെ ദേഷ്യം പിടിച്ചാൽ തുപ്പ് ചെയ്യുക. നിലത്ത് കുറച്ച് തുപ്പും, നമ്മളെ മുഖത്തേക്ക് തുപ്പും. പിന്നെ പരുത്തിരി ഒലക്ക പോലൊരു വാടിയെടുത്തിട്ട് ഒറ്റ അടി എന്നിട്ട് അടിച്ചൊരു ഓർമ്മ എൻ്റെ അനുഭവമുണ്ട്. എൻ്റെ കാലിൻ്റെ തൊട ഈ നമ്മളെ കൈ ഇവിടുത്തെ ഒലക്കേൻ്റെ എൻ്റെ കയ്യിൻ്റെ ഈ വലുപ്പത്തിൽ ഇങ്ങോട്ട് പൊന്തിപ്പോയി അനുഭവം. ഒരുപാട് സമയം ഉച്ചയ്ക്കാണ് അടി കിട്ടി. രാത്രി പിറ്റേന്ന് വരെ ആ വേദന എല്ലാ സ്ഥലം പൊന്തി നിന്നൊരു അനുഭവം എൻ്റെ മനസ്സിലുണ്ട്. കഫീലിൻ്റെ വാപ്പ ആദ്യം ഒരൊറ്റ അടി അടിച്ച്, പിന്നെ രണ്ടാമത് ചെറിയ വാടി എടുത്ത് ഒരുപാട് അടി അടിച്ച്, അതിലെ കൈക്ക് പിടിച്ച് ഓടാൻ നോക്കിയ സമയത്ത് മൂപ്പർ തോക്കെടുത്ത് അപ്പം വെടി വെക്കോ വിചാരിച്ചിട്ട് ഞാൻ അവിടെ തന്നെ തിന്ന്. പിന്നെയും കുറേ തല്ലുകൊണ്ട് ഞാൻ രാത്രി എന്ന് പറഞ്ഞാൽ രാത്രിയും പകലൊക്കെ കണക്ക് തന്നെ. ഈ ആടിനെ മേയിച്ച് ആടിൻ്റെ കൂടിൻ്റെ അടുത്തൊരു ഗുർഫ ഒരു ഷെഡ് ഉണ്ടാക്കിയിരുത്താൻ അവിടെ കടന്നുറങ്ങാം, കുറച്ച് നേരം കടന്നുറങ്ങാം. ചായയും ഭക്ഷണം കാര്യമൊക്കെ നമ്മൾ ഉണ്ടായിക്കോളാം, നമ്മളത് കൊണ്ടുപോയിക്കോളാം. അങ്ങനെയൊക്കെയുള്ള കുറേ പ്രയാസം അതെല്ലാം അനുഭവിച്ച് 7 മണിക്കൊന്നും പണി കഴിയില്ല. ഒരു 10 മണി 12 മണി വരെയൊക്കെ പണിയെടുക്കേണ്ടി വരും. പിന്നെ 4 മണി 5 മണിക്ക് എണീക്കും വേണം, എന്നിട്ടും ഈ പണി. അങ്ങനെ ഒരു അടിമ എന്ന് പറഞ്ഞാൽ അടിമല്ല, അതിനേക്കാൾ അപ്പുറത്തും ഉള്ളൊരു അവസ്ഥ. നമ്മളെ ജീവിതത്തിൽ ഒരു എവിടെയെങ്കിലും ഒന്ന് കരപ്പറ്റിയോ ഒരു സ്വപ്നം വെച്ചിട്ടാണ് നമ്മൾ പോണത്. ലേബർ പണിയൊക്കെ ഗൾഫിലൊക്കെ എല്ലാവരും പോകണില്ലേ, പല ആൾക്കാരും ഗൾഫിൽ പോയി ഒരു മോശമില്ലാത്ത സാഹചര്യത്തിൽ നാട്ടിൽ ജീവിക്കാനുള്ള സൗകര്യം ഉണ്ടാവും എന്ന് കരുതിയാണ് പോണത്. ആടുജീവിതത്തിൽ നജീബ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഞാനാണോ ഈ ലോകത്തെ ഏറ്റവും വലിയ ദുർബലൻ എന്നൊരു ചോദ്യം നജീബ് ചോദിക്കുന്നുണ്ട്. ഞാൻ ആ പുസ്തകം വായിച്ചൊരു ദിവസം വായിച്ചപ്പം എനിക്ക് അങ്ങനെ ഇത് തോന്നിയിട്ടുണ്ട്. അങ്ങനെ തോന്നിയൊരു അനുഭവം. അത് കഴിഞ്ഞ് ഞാൻ ഒരുപാട് പ്രയാസം കാര്യമാണെന്ന് ചാടിപ്പോണ്ട് വന്ന് ചാടിപ്പോയിട്ട് അതിനേക്കാളും കഷ്ടപ്പാട്. ചാടിപ്പോകുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ നടന്നു പോന്ന് ഒരുപാട് ദൂരത്ത് നടന്ന്, 1 കിലോമീറ്റർ എത്രയോ ദൂരത്ത് നടന്ന് രാത്രി നടന്നു പോകുന്നു. ഒരാളെ മുന്നിൽ പെടാണ്ട്, പോലീസിൻ്റെ വണ്ടീൻ്റെ മുന്നിൽ പെട്ട് അവിടെ ഓർക്കൊന്നും പെടാതെ അവിടെ നിന്ന് കഴിച്ചലായി. പിന്നെ വേറെ ഏകദേശം എന്തോ ഒരു കാഴ്ചപ്പാട്, ഈ ഇപ്പുറത്ത് റോഡുണ്ടാവും എന്നുള്ളൊരു കാഴ്ചപ്പാടില്ല. അവിടെ ആ മലയിൽ വന്യമൃഗങ്ങളൊക്കെ ഉണ്ടാവും, പുലിയും കടുവ ഒന്നും അവിടെ ഇല്ല. വേറെ എന്തോ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞ് കേട്ട്. പാമ്പുണ്ടാവും, പരുത്ത പാമ്പുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒരു ഇത് വെച്ചിട്ട് ഇങ്ങനെ നടന്നു രാത്രി ഫുള്ള് നടന്നോ? രാത്രി ഫുള്ളായിട്ട് നടന്നു. രാവിലെ ആകുമ്പോഴേക്കും വണ്ടി കിട്ടിയത്? രാവിലെ വണ്ടി അവിടെ നേരെ പിന്നെ എങ്ങോട്ട് അപ്പോൾ ഒരു കയറ്റിയോ വണ്ടിയിൽ പോലും ആദ്യം കയറ്റാൻ പുറപ്പെട്ടില്ല. ഈ 1.5 വർഷമൊക്കെ ആയപ്പോഴേക്കും മുടിയും താടിയൊക്കെ വളർന്ന് മുടിയും താടിയും വളരെ മാത്രമല്ല, അതിനേക്കാൾ അപ്പുറം മെല്ലിച്ചിട്ട് എല്ലും തോലും ആവുന്നൊരു സാഹചര്യം. അങ്ങനെയായില്ലേ? എല്ലും തോലും മുടിയും താടിയും ഉണ്ട്, അതിനപ്പുറം എല്ലും തോലുമായി അനുഭവം. പെട്ടെന്ന് കാണുമ്പോൾ വണ്ടിക്കാരൊക്കെ നിർത്തുമോ? വണ്ടിക്കാർ നിർത്താൻ ഒരു മനുഷ്യജീവൻ, ഒരു ജീവിതം, ഒരു മനുഷ്യനല്ലേ എന്നോ ഒരു പലർക്കും ഉണ്ടല്ലോ. അതിൽ വണ്ടി നിർത്താത്തവരുണ്ടാവും, നിർത്തുന്ന പോലെ ഉണ്ടാവും. ചിലർക്കൊരു ഇതല്ല, ഒരു മനസ്സാക്ഷി വെച്ചിട്ട് അങ്ങനെ വണ്ടി നിർത്തി. വണ്ടി ഒരു
തല്ലാജല്ല ഒരു ബലദിയ എന്ന് പറഞ്ഞ സാധനം ഇറക്കി കമ്പോസ്റ്റ് വേസ്റ്റ് സാധനം കൊണ്ടുപോയി കൊടുക്കുന്നൊരു വണ്ടി. ആ വണ്ടിയാണെന്ന് എൻ്റെ ഓർമ്മ. അതിലാണ് കിട്ടിയത്. അതിൽ റോട്ടുമ്പിൽ വന്നിറങ്ങി. പിന്നെ അവിടെ നിന്ന് സൗദി അറേബ്യയിലോ അൽബകത്ത് തന്നെ ഒരു റോട്ടുമ്പിൽ വന്നിറങ്ങി. അങ്ങനെ ഒരു ലോയിക്കാരോട് പറഞ്ഞ് പരിചയപ്പെട്ട് മലപ്പുറം ജില്ലയിൽ ഇന്ന സ്ഥലത്ത് പരിചയപ്പെട്ട്. അപ്പോൾ ഒരാൾ റൂം താമസിച്ച്. അപ്പോൾ അയാൾ പറഞ്ഞത് ഇത് പോലീസ് വന്ന് ചെക്കിംഗ് ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞ് പിന്നെ മലയാളികളല്ലേ നാട്ടുകാരനല്ലേ എന്ന് കരുതി ഒരു ദിവസം അവിടെ താമസിക്കാനുള്ള സൗകര്യം ചെയ്തു തന്ന്. പിന്നെ ഞാൻ നേരിട്ട് പോലീസിന് പിടികൊടുത്ത്. താടി മൂടിയതൊക്കെ ഉണ്ട്. പോലീസ് ആദ്യം തന്നെ പോലിൻ്റെ വേഷം വിധാനം കേട്ട ഒരു മലയാളിയായിട്ടൊരു പോലീസുകാരൻ തന്നെ ഒരു പോലീസുകാരൻ പറഞ്ഞ പോകാനോട്ട് പോകാൻ പറഞ്ഞു. ഇവിടെ ഇപ്പോൾ ഗേറ്റ് ഇങ്ങോട്ട് വരുന്നല്ലോ ഗേറ്റ് എടുക്കില്ല, നമ്മുടെ നാടിന് നടന്ന് പിടിക്കുകയാണ് ഗേറ്റിലാണ്. ആദ്യം പോലീസുകാരാണ് ഒരു അറബി പോലീസുകാരൻ പറഞ്ഞു ഗേറ്റ് കയറ്റാൻ സാധ്യത തന്നെ. പിന്നെയും കുറേ കഴിഞ്ഞ് പിന്നെയും ചെന്ന് വരുമ്പത്തിന് പേടിച്ചിട്ട് മൂത്രം ഒഴിക്കുക ഞാൻ കിടന്നിട്ട്. കാരണം തല്ലൊരുപാട് കൊണ്ട അനുഭവങ്ങളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ പോലീസുകാർ 4 ആളെ ഇന്ത്യക്കാരുടെ തല്ലിയും മണ്ണുള്ള പോലീസുകാരൻ്റെ വാക്കുണ്ട്. യാസക്കലാമ എന്ന് അങ്ങനത്തെ ഒരു വാക്കുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ ഞാൻ ഒന്നായിട്ട് എലിവാല് പോലെ വിറച്ച അനുഭവം. അത് കഴിഞ്ഞ് അങ്ങനെ പോലീസ് ഇത് പിടുത്തം കൊടുത്ത് അങ്ങനെ ജയിലിലെത്തിപ്പെട്ട്. അപ്പോൾ എല്ലാവരും വട്ടം കൂടും, മലയാളികളും UP ബീഹാറിലുള്ള ജയിലിൽ ഉള്ള ആൾക്കാർ. അപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞ് അവിടേക്ക് പോകണ്ടെന്ന് പറഞ്ഞ്. ഞാൻ പതുക്കെ അങ്ങനെ കയറിക്കാൻ മിസ്കിൻ ആത്മീ എന്ന് പറഞ്ഞ് ചില ആൾക്കാരുടെ കൂട്ടി ഇത്തിരി വെള്ളം തന്ന് അങ്ങനെയൊക്കെ തന്നൊരു അനുഭവം. ചെറിയ ഭക്ഷണത്തിൻ്റെ ഒരു അംശം എനിക്ക് കിട്ടി. അങ്ങനെ കുളിച്ച് ഒക്കെ ഒന്ന് വൃത്തിയായി 2 മാസം അൽബഹ ജയിലിൽ കിടന്ന്. പിന്നെ അവിടുന്ന് ജിദ്ദ ജയിലിൽ 3 മാസം കിടന്ന്. 3 മാസം ജിദ്ദ ജയിലിൽ കിടന്നിട്ടും പനി പിടിച്ച്. ഒരു സിമെൻറ്റ് തറയല്ല കിടക്കണത്. ആ പനി പിടിച്ചിട്ട് എൻ്റെ അടുത്ത് നിൽക്കുമ്പം ഭയങ്കര മണം. ആ മണം വന്നപ്പോൾ ഇന്ത്യൻ എംബസിയിൽ നിന്ന് കുറേ ആൾ വരും ഇന്ത്യൻ എംബസിന്. അപ്പം മലയാളി ഉണ്ടെന്ന് എന്ന് കരുതി മലയാളിയല്ല എന്ന് കരുതി ഞാൻ വലിയതിൽ ലോയം വരാൻ ചെന്നാണ്. അപ്പം മലയാളിയായ ഉദ്യോഗസ്ഥനെ പിടിച്ചിട്ട് ഒറ്റത്താളിൽ പോകുന്നത്. അണക്ക് നാട്ടിൽ പോണോ നാട്ടിൽ പോകണമെങ്കിൽ ഒരു പാസ്പോർട്ടിന് അപേക്ഷ കൊടുത്തോ, എന്നിട്ട് എഴുതി ഉണ്ടാക്കിയിട്ട് പാസ്പോർട്ട് കിട്ടാനുള്ള പണിയെടുത്തോന്ന് പറഞ്ഞു. ലോയം പറയാൻ ഞാൻ എൻ്റെ കണ്ടിട്ട് മണം കൊണ്ടേ മണം അത് സഹിക്കാൻ വയ്യ. മൂക്ക് പൊത്തിയിട്ട് എന്നെ പിടിച്ചോട്ടെ തള്ളയാൾ. മലയാളി ഉദ്യോഗസ്ഥൻ, എംബസിയിലുള്ള ഉദ്യോഗസ്ഥൻ. എംബസി ഇന്ത്യൻ പലരും പറയും എംബസി ഉദ്യോഗസ്ഥന്മാർ നമ്മളായത്തെ എംബസി ഉദ്യോഗസ്ഥന്മാർ വന്ന് നമുക്ക് നീതി ഒന്നുമില്ല ഒരു ആശ്വാസവാക്ക് എന്ന് പറയും. മറ്റു രാജ്യക്കാർക്ക് അത് ഉണ്ടെന്ന് പറയും. പക്ഷെ നമ്മളായത്തുള്ളവർ വന്നാൽ അതുപോലെ തന്നെ പിടിച്ച് എടുത്ത് എറിയ ചെയ്താൽ. അത് കഴിഞ്ഞ് പിന്നെ കുറേ അവസരം എമർജൻസി പാസ്പോർട്ട് കിട്ടി. ആദ്യത്തെ ദിവസം എമർജൻസി ജയിലിൽ കിടന്നതല്ലേ, ജയിലിൽ നിന്ന് അപേക്ഷ കൊടുത്ത് നമ്മൾ അഡ്രസ്സും കാര്യം എഴുതി കൊടുത്തിട്ട് കുറേ കാലം കഴിഞ്ഞാൽ നമ്മളെ പേര് അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്താൽ അവർ എമർജൻസി പാസ്പോർട്ട് ഏതോ കമ്പനി കൊടുത്തതാണ് എമർജൻസി പാസ്പോർട്ട്. അതിൽ ഒരു പ്രത്യേക സമയത്ത് നമ്മളെല്ലാവർക്കും നാട്ടിൽ കയറി പോന്നോളണം. അങ്ങനെ ഒരു ദിവസം 2-3 ദിവസം ഇവർ വന്നിനി വിളിക്കും ആളെ കയറി പോകാനുള്ള. അപ്പോൾ ഞാൻ ചെന്നിങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ അന്നൊന്നും വിളിക്കില്ല. ഒരു ദിവസം എന്നെ വിളിച്ച്. അപ്പം എൻ്റെ പേര് VP രാജൻ കേരള എന്ന് വിളിക്കപ്പോഴേക്കും വളരെ സന്തോഷം. നാട്ടിൽ പോലെ സന്തോഷത്തിൽ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഒന്നാൾ പുറത്ത് ചാടി. ചാടിയപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാനുള്ള ആരോഗ്യമില്ല. ഞാൻ അവിടെ കുഴഞ്ഞ് വീഴാൻ പോണ മാതിരി തോന്നി. അപ്പം എന്നെ ഒരു പാകിസ്ഥാൻ്റെ കൈ പിടിച്ച് പോയിക്കോന്ന് പറഞ്ഞേ. അങ്ങനെ അവിടുന്ന് കഴിഞ്ഞ് പോരുമ്പം ഒരു 10 റിയാലിറ്റ കൊടുക്കണം. എന്തോ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്തോ ഒരു കാര്യം ചോദിക്കും. എൻ്റെ കയ്യിൽ ആ റിയാലൊന്നും ഇല്ല. അപ്പോൾ ഒരാൾ പോയിക്കോന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് പോകുന്നു പുറത്ത് വന്ന് ഇരിക്കുകയാണ്. പല ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. ഇരിക്കണ കൊടുത്തിട്ട് ഞാനിരുന്ന് അങ്ങനെ ഒരു ബസ്സിലാണ് കയറ്റി കൊണ്ടുപോകണം. ജയിലിൽ നിന്ന് കുളിച്ച് അതൊക്കെ കുളിക്കലൊക്കെ ഇടയ്ക്ക് കുളിക്കാൻ അവസരം കിട്ടും. പിന്നെ ഭക്ഷണം കിട്ടുക എന്നൊരു കഥയാണ്. ഭക്ഷണം ഇടയ്ക്ക് കപ്സ കൊണ്ടുതരും 11 മണിക്ക് 3 വൈകുന്നേരം. കുബൂസല്ല അവിടുത്തെ ഒരു പ്രത്യേക കോയമ്പത്തൂർ കപ്സ സാധനം കൊണ്ടുതരും. അത്ര അന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് ജിദ്ദ ടു ബോംബെ വരെയുള്ള ഫ്ലൈറ്റിലാണ് കയറി ഇങ്ങോട്ട് പോകുന്ന അനുഭവം. ബോംബെയിൽ വന്നിറങ്ങി.
ബോംബെ ബോംബെയിൽ വരുന്ന അവിടുന്ന് വരുന്ന സമയത്ത് കയ്യിൽ ഒരു 5 പൈസ പൈസയും കാര്യങ്ങളൊന്നുമില്ല, ഡ്രസ്സ് ഡ്രസ്സും മാത്രം. ബോംബെയിൽ എത്തിപ്പെട്ട് മലയാളികൾ പരിചയപ്പെട്ട കുറേ മലയാളികളായിട്ട് കോട്ടക്കലും മലപ്പുറത്തും കുറ്റിപ്പുറത്തുള്ള കുറേ ആൾക്കാരെ പരിചയപ്പെട്ടപ്പം കുറച്ച് ആൾക്കാർ നമ്മളെ കഴിയും സ്വാഭാവികമായിട്ട് ഇവർക്ക് ബാധ്യത ആവശ്യമിട്ട് കുറേ ആൾക്കാർ നമ്മളെ കൊടുത്ത് കൂട്ടി. അവരെന്തോ ചില്ലറ പൈസ തന്ന് ആ പൈസ കൊണ്ടാണ് ഞാൻ ബോംബെയിൽ നിന്ന് യൂണിവേഴ്സിറ്റി വരെ ബസ്സിൽ പോകുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വരെ. അങ്ങനെ യൂണിവേഴ്സിറ്റി ബസ് ഇറങ്ങി ചുറ്റുഭാഗത്ത് ആരും കാണരുതേ എന്ന് കരുതി രാത്രി 1 മണിയിട്ട് ആയിണ്ടാവും രാത്രി. അവിടെ യൂണിയൻ ഓഫീസ് എന്നൊക്കെ ഒരുപാടുണ്ടാവും, പരിചയക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഡ്രസ്സും നല്ല ഡ്രസ്സൊന്നല്ല, വളരെ മോശപ്പെട്ട ഈ മോശപ്പെട്ട അവസ്ഥയിൽ ആരും കാണരുതേ എന്ന് കരുതിയിട്ടാണ് ഞാൻ പോകുന്നത്. അതായത് ഗൾഫ് പോയിട്ട് വരികയാണ്. എത്ര വർഷമായി? 3 വർഷം. അത് കഴിഞ്ഞ് പോരുമ്പോൾ യൂണിവേഴ്സിറ്റി സ്കൂളിൻ്റെ ആ ഹോസ്റ്റലിൻ്റെ അടുത്തെത്തിയപ്പോൾ ഒരു അനുഭവമുണ്ട്. റോട്ടുമ്പിൽ എന്തോ ഒരു സാധനം ഉണ്ട് എന്ന് കരുതി ഞാൻ ഉണ്ട്. എൻ്റെ കയ്യിൽ പൈസയും കാര്യങ്ങളും അങ്ങനെ ആവശ്യമായി വരില്ല. അപ്പം പിന്നെ പേടിയൊന്നുമില്ല, പൈസയും കാര്യം ഉണ്ടെങ്കിൽ പേടിയുണ്ടാവും, ഇത് പേടിയൊന്നുമില്ല. അപ്പം ഞാൻ എടുത്ത് ചെന്ന് നോക്കി. അപ്പം ഇതെന്താ ഈ റോട്ടുമ്പിലുള്ള ഒരു 2-3 തെങ്ങ് വീണമാരെ അങ്ങനെ തോന്നി എനിക്ക്. അപ്പോൾ ചെന്നപ്പോൾ കുറേ നായക്കളും പട്ടികളും. ഞാൻ അങ്ങനെ ചെന്ന് എടുത്ത് നോക്കിയപ്പം ഈ നായയും പട്ടിയും 2 ഭാഗത്തുകൾ പിരിഞ്ഞു പോയി. അപ്പോൾ എനിക്ക് തോന്നിയ അനുഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ സുഹൃത്തുക്കളാണ് ഈ പോകുന്ന നായക്കളും പട്ടികളും. ഇവർക്ക് പോലും എന്നെ വേണ്ട, ആ രീതിയിൽ അന്നരക്ക് തോന്നിയത് അങ്ങനെയാണ്. അവർ 2 ഭാഗത്ത് പിരിഞ്ഞു പോയി. അങ്ങനെ അന്ന് തോന്നി. എൻ്റെ മനസ്സ് തോന്നുന്നത് ഞാൻ ഒരു മനുഷ്യനായിട്ട് ഞാൻ മനുഷ്യന് എന്ന നിലക്ക് ഞാൻ കണക്ക് കൂട്ടുന്നില്ല. ഒരു നായ പട്ടി ആ വിഭാഗത്തിൻ്റെ കൂടെയാണ് ഞാൻ ഒരു ജീവിയായിട്ട് ഒരു ജീവി എന്ന നിലക്ക് ഞാൻ എന്നെ കാണുള്ളൂ. അന്നേരം ആ നായക്കും പട്ടിയൊക്കെ പോലും എന്നെ ആ വിഭാഗത്തിൻ്റെ കൂടെ എന്നെ കൂട്ടണില്ല. ഇല്ലെന്ന് അന്നേരക്ക് തോന്നിയാലാണ്. അവിടുന്ന് നേരെ വീട്ടിലെത്തിയില്ലേ? അവിടെ നടന്ന് രാത്രി 3 മണിക്ക് രാത്രി വണ്ടിയും ബസ്സൊന്നുമില്ല, നടന്ന് വീട്ടിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇപ്പോൾ വീട്ടിലേക്ക് 2 കിലോമീറ്ററോളം രാത്രി നടന്ന് വീട്ടിലെത്തി. എത്തിയപ്പോൾ വീട്ടുകാർ പ്രതികരണം ഇപ്പം പ്രത്യേകിച്ച് വരല്ലല്ലോ, അത്രയും മോശപ്പെട്ട സാഹചര്യമല്ലേ ഇതിൽ വന്നപ്പോൾ എന്താണ് പ്രതികരണം പ്രത്യേകിച്ച് ഇപ്പം ഒന്നും പറയണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു ഗൾഫ് ജീവിതം ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ചോദിച്ചത്. കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം, അവിടെ പോയിട്ട് ഒന്നുമില്ലാതെ പൈസ ഒന്നും ഇല്ലാതെ അങ്ങനെ പോകുന്നു എന്നുള്ളത് അറിയാം. പക്ഷേ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നജീബിനെ പോലത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം സത്യം പറഞ്ഞാലും അറിയില്ലായിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾ തുറന്ന് ഞാൻ ഇപ്പോൾ പ്രേക്ഷകർക്ക് ഇപ്പോൾ ഈ കാണിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? നിങ്ങൾ രതീഷ് ചോദിച്ചുകൊണ്ട് മാത്രമേ ഞാൻ പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ഞങ്ങളുടെ വർക്ക് കഴിഞ്ഞ് പോകാൻ നിൽക്കുമ്പോഴാണ് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നാളെ ഞങ്ങളിവിടെ ഇതിന് മുകളിൽ ഈ ഒരു രാജേട്ടൻ്റെ വീട്ടിൽ മുകളിൽ തേക്കാനുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ രാജേട്ടൻ ഇപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷം ഈ ഒരു പണി ഈ ഒരു കൽപ്പണിയും ഈ തേപ്പും പടമൊക്കെ ആയിട്ട് പോകുന്നതാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരുമിച്ച് മൂപ്പര വീട്ടിൽ ഈ വർക്കിന് വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ചോദിച്ചിരുന്നുള്ളൂ. അപ്പോൾ അടുത്ത ദിവസം കാണാം. അടുത്തൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം. ഏട്ടാ പോട്ടെ. ഓ ശരി. ഓക്കെ.